ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മുടെ 2027 ഫൈനാൻഷ്യൽ ഇയറിലെ ആദ്യത്തെ മാസമാണ് ഏപ്രിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏപ്രിൽ മാസത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയ ടോപ്പ് 10 വാഹനങ്ങൾ സെയിൽസ് ലിസ്റ്റ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. കുറേ വണ്ടികൾ നല്ല കട്ടയ്ക്കാണ് സെയിൽസ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ചെറിയ വ്യത്യാസമുള്ളൂ. ഏതായാലും 10th പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ മഹീന്ദ്രയുടെ സ്കോർപിയോ ക്ലാസിക്കും അതുപോലെ സ്കോർപിയോ എന്നാണ്. മിക്ക മാസങ്ങളിൽ അത്യാവശ്യം നല്ല സെയിലൊക്കെ തന്നെയാണ് ഈ വണ്ടികൾക്ക് കിട്ടാറുള്ളത്. നമ്മൾ ഇയർ ഓൺ ഇയർ ബേസിസിലാണ് ഇത് കമ്പയർ ചെയ്യുന്നത്. സോ കഴിഞ്ഞ വർഷത്തെ ഏപ്രിൽ മാസത്തെ സെയിൽസ് ആയിട്ടായിരിക്കും വരുന്ന കമ്പാരിസൺ. കഴിഞ്ഞ മാസം ഏതായാലും 14,719 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. കഴിഞ്ഞതിന് മുന്നത്തെ വർഷം അതായത് 2025 ഏപ്രിലിൽ 15,534 വാഹനങ്ങൾ സെയിലാണ് ഇതിന് കിട്ടിയത്. 815 വാഹനങ്ങളുടെ വ്യത്യാസം 5.25% ഡീഗ്രോത്ത് റേറ്റ് ഉണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ 10 വണ്ടികളിൽ ടോട്ടൽ 8 വണ്ടികൾക്ക് ഗ്രോത്തും 2 വണ്ടികൾക്ക് ഡീഗ്രോത്തുമാണ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ കമ്പാരിറ്റീവ്ലി കുറവ് ഡീഗ്രോത്ത് വന്നിരിക്കുന്നത് ഈ വണ്ടിക്കാണ് എന്ന് പറയാം. പക്ഷേ ഈ വണ്ടിയെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഞാൻ എപ്പോഴും പറയുന്നതാണ് ഇതിൻ്റെ സെയിൽ അത്യാവശ്യം നല്ലതാണെന്ന്, അതായത് പ്രൈസും സൈസും ഒക്കെ വെച്ച് നോക്കുമ്പോൾ. ഇനി നമ്മുടെ അടുത്ത 9th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഹ്യുണ്ടായുടെ ക്രെറ്റയാണ്. ഈ വർഷം സ്റ്റാർട്ടിങ്, അതായത് ഫൈനാൻഷ്യൽ ഇയർ സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണെന്ന് അറിയില്ല, സാധാരണ എപ്പോഴും 18,000-അടുത്തൊക്കെ സെയിൽ കിട്ടുന്ന ക്രെറ്റ ഇപ്രാവശ്യം 15,000-അടുത്തേ വന്നിട്ടുള്ളൂ. 15,291 വാഹനങ്ങൾ സെയിലാണ് കഴിഞ്ഞ മാസം കിട്ടിയത്. എനിക്ക് തോന്നുന്നു ക്രെറ്റയ്ക്ക് അടുത്ത കാലത്ത് കിട്ടിയിട്ടുള്ളതിൽ ഏറ്റവും കുറവ് സെയിൽ ഇതായിരിക്കണമെന്ന്. കാരണം അല്ലെങ്കിൽ എപ്പോഴും ഒരു 17,000 to 18,000 ഇടയിൽ ഭയങ്കര കോൺസ്റ്റൻ്റ് ആയിട്ടാണ് ഇത് സെയിൽ വന്നുകൊണ്ടിരുന്നത്. ഈവൻ 2025 ഏപ്രിലിൽ പോലും 17,016 വാഹനങ്ങൾ സെയിൽ ഉണ്ടായിരുന്നു. 1,725 വാഹനങ്ങളുടെ വ്യത്യാസം 10.14% ഡീഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട് നമ്മുടെ ഈ ലിസ്റ്റിൽ. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വാഹനം ക്രെറ്റയായിട്ട് തന്നെ പറയേണ്ടി വരും. പിന്നെ എപ്പോഴും നമ്മൾ ഈ ടോപ്പ് 10 വാഹനങ്ങൾ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഒരു ടോപ്പ് 3 അല്ലെങ്കിൽ മിനിമം ടോപ്പ് 5-ലെങ്കിലുമായിട്ട് ഈ വണ്ടി എപ്പോഴും ഉണ്ടാവാറുള്ളതാണ്. എപ്പോഴും ബെസ്റ്റ് സെല്ലിംഗ് എബോവ് 4 മീറ്റർ കോമ്പാക്ട് എസ് യു വി ഇത് തന്നെയായിരിക്കും. ഇപ്രാവശ്യം ആ ഒരു പൊസിഷൻ്റെ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. എബോവ് 4 മീറ്റർ കോമ്പാക്ട് എസ് യു വിയിൽ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് വണ്ടി തന്നെയാണ്. വേറൊരു വണ്ടിക്കും 15,000-അടുത്ത് സെയിലില്ല. പക്ഷേ എന്നാൽ പോലും ഓവറോൾ ഈ വണ്ടിയുടെ സെയിൽ കുറച്ച് കുറഞ്ഞു എന്ന് പറയാം. ഇനി അടുത്ത 8th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം കുറച്ച് കാലമായിട്ട് ഈ ഏരിയയിൽ നിന്ന് ഇല്ലാത്തൊരു വണ്ടിയായിരുന്നു. അതായത് നമ്മുടെ മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ആണ്. ഈ വണ്ടിക്ക് മിക്ക മാസങ്ങളിൽ ഇപ്പം 12,000, 13,000 ആ റേഞ്ചിലൊക്കെ സെയിൽസ് വരാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ടോപ്പ് 10 ലിസ്റ്റിൽ ഈ വണ്ടി വല്ലപ്പോഴൊക്കെ ഇപ്പോൾ കയറാറുള്ളൂ. എന്തായാലും കഴിഞ്ഞ മാസം ഇത് ഫൈനലി കയറിയിട്ടുണ്ട്. 17,829 വാഹനങ്ങൾ സെയിലാണ് കഴിഞ്ഞ മാസം കിട്ടിയത്. കഴിഞ്ഞ വർഷം ഏപ്രിൽ 14,592 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. 3,237 വാഹനങ്ങളുടെ വ്യത്യാസം 22.18% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് റേറ്റ് ആണ്. ഭയങ്കരം എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് സെയിൽ കൂടി ഇത് ഈ ലിസ്റ്റിലെങ്കിലും കയറിയല്ലോ. അല്ലെങ്കിൽ 12,000, 13,000 എന്നൊക്കെ പറയുന്ന സ്വിഫ്റ്റിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു ഇത്രയും കാലത്തെ സെയിൽസ് എടുത്ത് നോക്കുകയാണെങ്കിൽ കുറച്ച് കുറഞ്ഞൊരു പൊസിഷനിലായിട്ട് പറയേണ്ടി വരും. അത്ര മോശമൊന്നുമല്ല, കാരണം നമുക്ക് 2,000, 3,000 ഒക്കെ വിൽക്കുന്ന ടോട്ടൽ സെയിലുള്ള കമ്പനികൾ തന്നെയുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മച്ച് ബെറ്റർ ആണ്. പക്ഷെ എന്നാൽ പോലും മാരുതിയുടെ ഒരു ഇതിൽ നോക്കണമല്ലോ. അതുപോലെ തന്നെയാണ് അടുത്ത 7th പൊസിഷനിൽ നിൽക്കുന്ന ടാറ്റയുടെ നെക്സോൺ. പറഞ്ഞു വരുമ്പോൾ തന്നെ സെയിലിൽ വലിയ കുറവൊന്നും വന്നിട്ടില്ല. 18,126 വാഹനങ്ങൾ സെയിലൊക്കെ ഉണ്ട്. സാധാരണ മിക്ക മാസങ്ങളിലും ഈ വണ്ടിക്ക് അത്രയൊക്കെ തന്നെയാണ് സെയിൽ കിട്ടാറുള്ളത്. ഏപ്രിൽ മാസം 2025 15,457 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയത്. 2,669 വാഹനങ്ങളുടെ വ്യത്യാസം 17.27% ഗ്രോത്ത് റേറ്റ് ഒക്കെ ഉണ്ട്. ഈവൻ ദോ ഈ ലിസ്റ്റിൽ ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി നെക്സോൺ ആണ്. പക്ഷെ എന്നാലും 18,000-അടുത്ത് സെയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. ഇനി പ്രശ്നം എവിടെയാണ് വന്നതെന്ന് വെച്ചാൽ ഇതിന് മുകളിലുള്ള ബാക്കി വണ്ടികൾക്കും ഏകദേശം ഇത്തരം തന്നെയൊക്കെയാണ് സെയിൽ കിട്ടിയിരിക്കുന്നത്. നമ്മളിനി സെക്കൻഡ് പൊസിഷൻ വരെ, അതായത് 7 തൊട്ട് സെക്കൻഡ് പൊസിഷൻ വരെ എടുക്കുകയാണെങ്കിൽ ഈ വണ്ടികളുടെ എല്ലാ സെയിൽ 18,000 to 19,000 ഇടയിലാണ്. കറക്റ്റ് 1000 വണ്ടികളുടെ ഒരു ഗ്യാപ്പിലാണ് ഇത്രയും വണ്ടികൾ കിടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഭയങ്കര ടൈറ്റ് ആയിട്ടാണ് എല്ലാ വണ്ടികളും ഇപ്രാവശ്യം പാക്ക് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞത്. ഈ 6th പൊസിഷനിൽ നിൽക്കുന്ന ബലേനോയ്ക്ക് കഴിഞ്ഞ മാസം 18,306 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. അതായത് നെക്സോൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 200 വണ്ടികളിലും താഴെ മാത്രമേ നമുക്കവിടെ വ്യത്യാസം വന്നിട്ടുള്ളൂ. 180 വണ്ടികളെടുത്ത് വ്യത്യാസം എന്ന് പറയും. ഇനി 2025 ഏപ്രിലാണെങ്കിൽ 13,150 വാഹനങ്ങളുടെ സെയിലായിരുന്നതിന് കിട്ടിയത്. അതായത് 5,126 വാഹനങ്ങളുടെ വ്യത്യാസം 38.89% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ 3ാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്നത് ഈ വണ്ടിക്കാണ് എന്ന് പറയും. ബലേനോ പിന്നെ ചില മാസങ്ങളാക്കിയാണ്. ഇതിൻ്റെ അവസ്ഥ സ്വിഫ്റ്റ് പോലെ തന്നെയാണ്. ചിലപ്പോൾ കയറും, ചിലപ്പോൾ കയറില്ല. ചിലപ്പോൾ ഫ്രോങ്സ് ആയിരിക്കും കൂടുതൽ വെക്കുന്നത്. ഇപ്രാവശ്യം പക്ഷേ ഫ്രോങ്സിനേക്കാൾ കുറച്ചും കൂടെ കുറവ് സെയിൽ ബലേനൊക്കെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ വലിയ വ്യത്യാസമൊന്നുമില്ല. ആകെപ്പാടെ ഏകദേശം 400-500 വണ്ടികളുടെ വ്യത്യാസമുള്ളത്. നിങ്ങൾക്ക് മുന്നിലേക്ക് പോകുമ്പോൾ മനസ്സിലാവും എന്താണ് ഫ്രോങ്സിൻ്റെ അവസ്ഥ എന്നുള്ളത്. ഇനി നമ്മുടെ അടുത്ത 5th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മാരുതി സുസുക്കിയുടെ തന്നെ വാഗണറാണ്. ഈ വാഹനത്തിൻ്റെ സെയിൽസിൻ്റെ കാര്യം വളരെ ചെറിയ വ്യത്യാസമുള്ളൂ. 18,648 വാഹനങ്ങൾ സെയിലാണ് ഇതിന് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഏപ്രിൽ 13,413 വാഹനങ്ങൾ സെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ബലേനോ തന്നെ. അതായത് കഴിഞ്ഞ വർഷം 13, ഈ വർഷം കഴിഞ്ഞ മാസം 18,000-അടുത്തും. സോ എവിടെയും വ്യത്യാസം വന്നിരിക്കുന്ന 5,235 വാഹനങ്ങളുടെ ഗ്രോത്ത് പെർസെൻറ്റേജ് 39.03% ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ലിസ്റ്റിൽ 2ാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വാഹനം വാഗണറാണ് എന്ന് പറയാം. സോ ഇതൊക്കെ അത്യാവശ്യം നല്ല ഗ്രോത്ത് ആണ്. നമ്മളിപ്പോൾ ഡിഫറൻസ് എടുക്കാൻ നിങ്ങൾക്കിപ്പോൾ നോക്കാം. നെക്സോൺ 18,126 ആയിരുന്നു. അത് നമ്മൾ വാഗണർ 5th പൊസിഷനിലോട്ട് വന്നപ്പോഴേക്കും 500 വണ്ടികളിൽ താഴെ മാത്രമാണ് ഡിഫറൻസ് വന്നിരിക്കുന്നത്.
വീണ്ടും മുകളിലേക്ക് പോകുമ്പോൾ വ്യത്യാസം പിന്നെയും കുറഞ്ഞു വരികയാണ്. നമുക്ക് ഫോർത്ത് പൊസിഷനിൽ നിൽക്കുന്ന ഫ്രോങ്സ് ആണ്. 18,829 വാഹനങ്ങൾ സെയിലാണ് ഇതിന് കിട്ടിയത്. സോ വാഗണർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അഗെയിൻ 200 വണ്ടികൾ താഴെ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ. ആൻഡ് നമുക്ക് കഴിഞ്ഞ വർഷം ഏപ്രിലിൽ 14,345 വാഹനങ്ങൾ സെയിലായിരുന്നു ഇതിന് കിട്ടിയത്. അതായത് 4,484 വാഹനങ്ങളുടെ വ്യത്യാസവും 31.26% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഗ്രോത്ത് ആണ്. പക്ഷേ നമുക്ക് 39-40% അടുത്തൊക്കെ അതുപോലെ 50% മുകളിലായിട്ടും ഗ്രോത്ത് വന്നിരിക്കുന്ന മറ്റു വാഹനങ്ങളുണ്ട്. അതുകൊണ്ട് ഇത് നമുക്ക് പെർസെൻറ്റേജ് കണക്കിൽ എങ്ങനെ വളരെ വലുത് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ സ്റ്റിൽ ഫ്രോങ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും ബലെനോ ബേസ്ഡ് ആയിട്ടുള്ളൊരു വണ്ടി തന്നെയാണ്. പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നുമില്ല. എക്സ്റ്റീരിയർ ഡിസൈൻ ഒരു ഫ്രണ്ടും സൈഡും ഒക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ടെന്നുള്ളൂ. പിന്നെ റിയർ മാറ്റി. അല്ലാതെ ഇന്റീരിയർ കംപ്ലീറ്റ്ലി സെയിം ആണ്. എഞ്ചിൻ ഓപ്ഷൻസ് നമുക്ക് ടോപ്പ് എൻഡിൽ 1 ലിറ്റർ ടർബോ കിട്ടുന്നുണ്ട്. പക്ഷേ ബാക്കി വേരിയൻസ് എല്ലാം 1.2 തന്നെയാണ്. അത് ബലെനോയിൽ വരുന്ന അതേ എഞ്ചിൻ തന്നെയാണ്. പക്ഷേ എന്തായാലും അവർക്ക് ഫ്രോങ്സും ബലെനോ അത്യാവശ്യം നല്ല നമ്പേഴ്സിൽ തന്നെ എപ്പോഴും അടുപ്പിച്ച് വെക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ അടുത്ത തേർഡ് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മാരുതി സുസുക്കിയുടെ തന്നെ എർട്ടിഗയാണ്. ഇതിന് 19,063 വാഹനങ്ങൾ സെയിലാണ് വന്നിരിക്കുന്നത്. അഗൈൻ നമ്മൾ നോക്കുമ്പോൾ ഡിഫറൻസ് 200 വണ്ടികളിലും താഴെയാണ്. ആൻഡ് കഴിഞ്ഞ വർഷം ഏപ്രിലിൽ 15,780 വാഹനങ്ങൾ സെയിലാണ് ഇതിന് കിട്ടിയത്. 3,283 വാഹനങ്ങളുടെ വ്യത്യാസം 20.8% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി എർട്ടിഗയാണ്. പക്ഷേ ഒരു രീതിയിലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം നമ്മൾ മറ്റ് ഏതൊരു 7 സീറ്റർ വാഹനം അല്ലെങ്കിൽ ഒരു MPV എടുത്താലും ഇത്രയും സെയിൽ കിട്ടുന്ന വേറൊരു വണ്ടിയും ഈ ലിസ്റ്റിൽ ഈ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല. ഓർ ഇനി വരാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ കോമ്പറ്റീഷനായിട്ട് ഇനി ആകെപ്പാടെ പറയാൻ പറ്റുന്ന ഇന്നോവ ക്രിസ്റ്റയുടെ ഹൈക്രോസിൻ്റെ സെയിലാണ്. പക്ഷേ അതുപോലും 10,000 അങ്ങനെ തികച്ചെത്താറില്ല. സോ ഈ വണ്ടി തന്നെയാണ് 7 സീറ്റർ കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന വണ്ടി. ഇനി നമ്മുടെ അടുത്ത സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ടാറ്റയുടെ പഞ്ചാണ്. 19,107 വാഹനങ്ങൾ സെയിലാണ് ഇതിന് കിട്ടിയിരിക്കുന്നത്. ആൻഡ് കഴിഞ്ഞ വർഷം ഏപ്രിലിൽ 12,496 വാഹനങ്ങൾ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. പൊതുവെ 2025 പഞ്ചിൻ്റെ സെയിൽ കുറച്ച് മോശമായിരുന്നു. അതായത് 12,000, 13,000, 14,000 അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നെക്സോൺ ആയിരുന്നു 25 സെയിൽ കൂടുതൽ. എന്തായാലും 26 വന്നപ്പോഴേക്കും പഞ്ച് പിന്നെ സെയിൽസ് തിരിച്ചു പിടിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ പഞ്ചീവിലും നോർമൽ പഞ്ചിലും രണ്ടിലും ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സെയിൽസ് തിരിച്ചു പിടിക്കാൻ കുറച്ചും എളുപ്പമാണെന്ന് പറയാം. 6,611 വാഹനങ്ങളുടെ വ്യത്യാസം 52.9% ഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് കിട്ടിയിരിക്കുന്ന വാഹനം പഞ്ച് തന്നെയാണ്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു വരുമ്പോൾ പഞ്ചും നെക്സോണും തമ്മിൽ ആകെപ്പാട് 1000 വണ്ടികളെടുത്ത് വ്യത്യാസമുള്ളൂ. പക്ഷേ പഞ്ചിരിക്കുന്നത് സെക്കൻഡ് പൊസിഷനിലും നെക്സോൺ ഇരിക്കുന്നത് 7th പൊസിഷനിലും. അതാണ് ഞാൻ പറഞ്ഞത്, വളരെ കുറവായിട്ടുള്ള വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ. ഇൻഫാക്ട് എർട്ടിഗയും പഞ്ചും വെച്ച് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് 50 വണ്ടികളെടുത്ത് വ്യത്യാസമുള്ളൂ. ഇനി നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മാരുതി സുസുക്കിയുടെ ഡിസയർ ആണ്. ഡിസയർ ഇപ്പോൾ ചില മാസങ്ങളിൽ നമ്പർ 1 കയറാറുണ്ട്. ആൻഡ് അത് ഈ വണ്ടി ശരിക്കും അർഹിക്കുന്നുണ്ട്. കാരണം അത്യാവശ്യം സ്പേസ് ഉണ്ട്. സ്വിഫ്റ്റിനേക്കാൾ ഒരു 60,000 രൂപ കൂടുതലൊക്കെ എക്സ്ട്രാ വരുന്നുള്ളൂ. പിന്നെ CNG എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ബൂട്ട് സ്പേസും കിട്ടും. ടാക്സിയിൽ ഈ വണ്ടി ഒരുപാട് ആൾക്കാർ വാങ്ങുന്നുണ്ട്. അത് മാത്രമല്ല 3 സിലിണ്ടർ എഞ്ചിനാണെങ്കിലും ഇതൊരു കംഫർട്ട് ഓറിയൻറ്റഡ് ഫാമിലി വണ്ടിയൊക്കെ ആയതുകൊണ്ട് ആൾക്കാർക്ക് അതൊരു വലിയ പ്രശ്നമല്ല. സ്വിഫ്റ്റിലാണ് അതെല്ലാവരും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്. അതുമാത്രമല്ല നമുക്ക് ഇതിൻ്റെ അകത്ത് അത്യാവശ്യം ഫീച്ചേഴ്സും സ്വിഫ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ കിട്ടുന്നുണ്ട്. 360 ക്യാമറ, സൺറൂഫ് ഒന്നും ബലെനോയിൽ പോലും ഇല്ല. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നല്ല സെയിലാണ് ഈ വണ്ടിക്ക് വരുന്നത്. കഴിഞ്ഞ മാസം 23,580 വാഹനങ്ങൾ സെയിൽ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ 16,996 ഉണ്ടായിരുന്നുള്ളൂ. 6,584 വാഹനങ്ങളുടെ വ്യത്യാസം 38.74% ഗ്രോത്ത് റേറ്റും ഒക്കെ ഉണ്ട്. ഈ ലിസ്റ്റിൽ 4ാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഈ വണ്ടിക്കാണെന്ന് പറയും. പക്ഷേ അഗൈൻ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല ഗ്രോത്ത് ആണെങ്കിലും. പിന്നെ ഈ പുതിയ ജനറേഷൻ വന്നപ്പോഴാണ് ഇത്രയും സെയിൽ പെട്ടെന്ന് കൂടിയത്. അല്ലെങ്കിൽ 15,000 ആയിട്ടാണ് വരാറുള്ളത്. ഗൈസ്, അപ്പോൾ ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയ ടോപ്പ് 10 വാഹനങ്ങളുടെ വീഡിയോ. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സസറീസ്, ക്ലീൻ പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രൊഡക്ട്സ് തീർച്ചയായും ചെക്കൗട്ട് ചെയ്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.